ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഫ്രാൻ വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പം ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എന്താണ് വിത്തർ സക്കാത്തിൻ്റെ അരിയൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നത് ഉമ്മാൻ്റെ ആണ് കേട്ടോ. അവിടെ ഉണ്ണിന് എന്താണ് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും എന്താണ് ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, ഇനി റെഡി ആയിട്ട് വേണം ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഇപ്പോൾ അതാ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോയിട്ട് നിസ്കരിക്കാനും ഉണ്ട് കേട്ടോ. പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കണം. അപ്പം ഞാനും ഉമ്മയും താത്തയും 3 പേരും കൂടെ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പം ഇനി എല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്താണ് നമ്മൾ വിത്തർ സക്കാത്തിൻ്റെ അരി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ എണീച്ചത് ഉമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലെ ഇട്ട മൈലാഞ്ചിയാണ് കേട്ടോ. ഇത് ഒരു കയ്യിൽ മാത്രം തന്നെ കേട്ടോ ഗ്ലൗസ് ഇട്ടത്. അപ്പത്തേനും ഉണ്ണി കരയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താത്ത പോയിട്ടാണ് താത്തയാണ് ഇട്ട് തന്നത്. അപ്പോൾ ഇതാ പിന്നെ ഈദ് മുബാറക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മറ്റേ വിത്തർ സക്കാത്തിൻ്റെ അരി നമ്മൾ അവിടെ കുറച്ച് അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും കൊടുക്കാറുള്ളതാണ്. അപ്പം ഞാനും അതുപോലെ തന്നെ അത്തമ്മയും കൂടിയിട്ട് അത് അരി കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഗായ്സ് ഇപ്പോൾ ഇതാ നമ്മൾ കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കേട്ടോ, രാവിലെ ഇതാ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഉമ്മ. അടിപൊളി ചിക്കൻ കറിയും ഇതെന്താ പത്തിരിയാന്ന് തോന്നുന്നു. ജസ്റ്റ് പത്തിരി, ചിക്കൻ കറിയും പത്തിരിയും. അപ്പോൾ ഗായ്സ് അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പാലിൽ ഇങ്ങനെ കുറച്ച് പത്തിരി എടുത്തിട്ട് പാലിൽ മുക്കിയിട്ട് എന്നിട്ട് പ്ലേറ്റിലിട്ടിട്ട് നമ്മൾ കറി ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. എനിക്ക് അങ്ങനെ കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ഒന്ന് പാലുണ്ടാക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഉമ്മ 2 പ്രാവശ്യം ഉമ്മ പാലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതാ നമ്മുടെ വാവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സഹറ ഫാത്തിമ എന്നാണ് കേട്ടോ പേര് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനും ഉമ്മയും കൂടെ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ അത് ഇവിടെ അടുക്കളയിൽ പൊരിഞ്ഞ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പായസവും അതുപോലെ തന്നെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കിസ്മസും അണ്ടിപ്പരിപ്പൊക്കെ അതവിടെ ഒന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതാ പായസമൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഉമ്മ അവിടെ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇതവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം നമ്മൾ ബിരിയാണി വെക്കുന്നത് കേട്ടോ. അതാണ് വലിയ ചട്ടിയിൽ വെക്കുന്നത്. പിന്നെ അത് അവിടെ ഉമ്മ ചിക്കൻ കറിയും അതുപോലെ തന്നെ പരിപ്പ് കറിയൊക്കെ അവിടെ എന്തായാലും ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളുണ്ണിൻ്റെ ബാക്കിൽ ഫോട്ടോ എടുക്കലും അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്കത് ബാക്കിയുള്ളതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത് അമ്മ അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുല്ലപ്പൊക്കെ വെച്ചു. നല്ല സന്ത കുട്ടിയായി. ഉമ്മ അവിടെ ബിരിയാണി വയ്ക്കുന്നു.
അപ്പോൾ ഗായ്സ് ഇതാ ഉമ്മ മാക്സി ആണ് എത്തിക്കുന്നത്. ഉമ്മയും അതുപോലെ തന്നെ ചിന്നമ്മയും രണ്ടുപേരും ഒരുപോലത്തെ മാക്സി ഉണ്ട് കേട്ടോ ഗായ്സ്. ഇതാ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇൻസ്റ്റയിലും അതുപോലെ തന്നെ തമ്പുരിയിലൊക്കെ കൊടുക്കുമല്ലോ, കാണാട്ടോ. അപ്പോൾ ഗായ്സ് ഇതാ ഉമ്മ ഒരു ഈദ് മുബാറക്ക് ഓർമ്മ. ഈദ് മുബാറക്ക്. ഗായ്സ് നമ്മുടെ ബിരിയാണിക്ക് അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മതാ ദമ്മിനിട്ടിരിക്കുകയാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, റാവുത്തർ മട്ടൻ ബിരിയാണി. അപ്പോൾ നമ്മൾ എല്ലാ പെരുന്നാളിലും ഈ ബിരിയാണി കേട്ടോ വെക്കാൽ. നമ്മൾ മറ്റേ തലശ്ശേരി വെക്കാറേ ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും വീട്ടാവശ്യത്തിന് മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമുള്ളത് ദം ബിരിയാണിയാണ്. ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം ഈ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മാൻ്റെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പെരുന്നാളിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ സാലഡും പിന്നെ അതുപോലെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് പായസമാണ് കേട്ടോ. പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതെന്താണ് അത് കാച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ ചിക്കൻ്റെ ഗ്രേവിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ഇവിടെ പണിക്കാർക്ക് കുറച്ച് ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ പണിക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ ചോറായപ്പോൾ പണിക്കാർക്ക് എടുത്ത് കൊടുക്കണം കേട്ടോ ചോറ്. ഇപ്പോൾ സമയം 1 മണി 1:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ അവർക്ക് കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് ചോറും കറിയൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. പൈസന് ഇതാ അടുത്ത വീട്ടിൽ നെയ്ബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചോറ് ഇതിൽ ഗ്രേവി അത് അടച്ചു കൂട്ടോ. ചൂടായതുകൊണ്ട് തുറക്കാൻ പറ്റില്ല. പിന്നെ ഇതാ കാച്ചാറുകൊണ്ട് അവർ കൊണ്ടുകൊടുക്കാം. അങ്ങനെ അതാ നമ്മളെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ എല്ലാം ടേബിളിൽ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വോയിസ് കൊടുക്കണതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ താത്താൻ്റെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ അത് താത്ത ഉണ്ണീനെ അവിടെ കരയണോണ്ട് ഉണ്ണീനെ കളിപ്പിക്കണ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പ്ലേറ്റിലൊക്കെ ചോറൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതാ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറച്ച് ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനത്തെ ഞാൻ അവിടെ പോയപ്പോൾ അവളുണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവളുണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ സിസ്റ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് വരുന്ന വഴിക്കായിരുന്നു കേട്ടോ നമ്മുടെ ആനമാറി പള്ളിയും. അപ്പോൾ നമ്മൾ അങ്ങനെ പള്ളിയിലൊക്കെ കയറി ആപ്പാടെ കബറിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫാത്തി ഓതിയിട്ട് നമ്മൾ വന്നു കേട്ടോ. പിന്നെ അതങ്ങനെ രാത്രി ആയപ്പോൾ അളിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അളിയനും അളിയൻ്റെ കൂട്ടുകാരനും കൂടെയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ചിന്നത്താനായിട്ട് റോട്ടിലൊന്ന് വർത്താനം പറയുകയാണ് കേട്ടോ അവർ. അങ്ങനെ ഇപ്പോൾ അളിയൻ വന്നപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരിക്കാനായിട്ട്. അപ്പം നമ്മളിതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കാൻ കേട്ടോ. ഉമ്മ കേട്ടോ ഫുഡ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കാച്ചാറും ചിക്കൻ കറിയും എല്ലാം ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചിക്കൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അളിയന് ഐസ്ക്രീമൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം അത് അലിഞ്ഞത് കൊണ്ടാണ് നമ്മളിങ്ങനെ കോരി കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ബൈ.